ലൂസിഫർ ഇറങ്ങുന്നതിന് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞല്ലോ, ചെറിയൊരു സാധാരണ ഒരു സിനിമ. അപ്പോൾ ഈ തുടരുമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ചോദിക്കട്ടെ, സമയം എന്താണെന്ന്. ഇല്ല ആരങ്ങനെ ചോദിക്കണേ, ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പം ഒരുപാട് കാലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. കുറേ ആളുകൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയുന്നത് ഇതൊരു ഫാമിലി എൻ്റർടൈനർ. ചില ആളുകൾ ഇപ്പം എന്നെ പോലെയുള്ള ചിലർ സംശയിക്കും ഇതൊരു ത്രില്ലറാണ്. ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു മിസ്റ്ററി ജോണറാണ്, ആർക്കും വ്യക്തത ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ എല്ലാമായ തരുൺ മൂർത്തിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രിഗ്യൂ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ പൊളിക്കുകയാണോ അതോ ചർച്ചകൾ തുടരട്ടെ എന്ന് പറയുകയാണോ? അല്ല, ആ സിനിമ ഒരു ഫാമിലി ഡ്രാമ, ഞാൻ ഫീൽ ഗുഡ് അല്ല ആ സിനിമ. എല്ലാവരും അങ്ങനെ ഫീൽ ഗുഡാണ് മറ്റതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിനെ ഉൾക്കൊണ്ടതും ഞാനതിനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ഡ്രാമയാണ് ആ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ ഡ്രാമകളുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഇതിനെ അത് എനിക്കറിയില്ല നല്ലതാണോ ചീത്ത, എല്ലാവരും ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വല്ലാണ്ട് അതിനെ ഉപമിക്കുന്നുണ്ട്. ഓരോ പോസ്റ്റർ കാണുമ്പോഴും അല്ലെങ്കിൽ ദൃശ്യം പോലത്തെ സിനിമയാണ്, സെക്കൻഡ് ഹാഫിൽ ദൃശ്യം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ അതിനെ എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ എന്താ പറയുക, മലയാളത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൾട്ട് ക്ലാസിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാനൊരിക്കലും ആ ട്രെൻഡിനെ ഫോളോ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ എൻ്റെ ടോക്കിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ഒരിക്കലും ദൃശ്യം പോലൊരു സിനിമ ഉണ്ടാക്കാനല്ല തുടരും ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, അങ്ങനെയല്ല ആ സിനിമ. ഒരാളുടെ ലൈഫാണ് പറയുന്നത്, ഒരാളുടെ കുറച്ച് ദിവസങ്ങളിൽ അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തമാശകളുണ്ട്, അതിൻ്റെ അകത്ത് സങ്കടങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില ത്രില്ലുകളുണ്ട്. ഇതെല്ലാം വന്നു പോകുന്ന, എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നോ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലറെന്നോ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു എലിമെൻറ്റ് ഈ സിനിമയിലില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതിനെ ആളുകൾ കാണാൻ വരേണ്ടത് ഞാൻ കൊടുക്കുന്ന പ്രൊമോഷൻസ് വെച്ചിട്ട് മാത്രമേ അതിനെ വരാവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എന്ത് റീഡിങ്ങും ആ സിനിമയ്ക്കും നല്ലതല്ല, കാണാൻ വരുന്നവനും നല്ലതല്ല. ഓക്കെ, അത് വന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചില എക്സൈറ്റ്മെൻറ്റുകൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതായത് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു, പിന്നെ ഇതൊക്കെ എല്ലാ തിയേറ്ററിലെങ്കിലും അപ്പം എനിക്ക് നിങ്ങളോട് പറയാം, വെറുതെ ഞാൻ എക്സ്പെക്ടേഷൻ കൂട്ടാൻ. ഞാൻ പറയണത് സിനിമ ഒരു പ്രോഡക്റ്റാണ്. അറ്റ് ദ എൻഡ് ആർട്ട് ഫോം ആണെങ്കിൽ പോലും അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുന്നത് എന്നുള്ളത് അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെയും ഒക്കെ അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിങ്ങനെയാണ്, അതൊരു ഫാമിലീനെയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആ ഫാമിലീനെ കാണാനാണ് വരേണ്ടത്. ലാലേട്ടൻ്റെ കാറും ലാലേട്ടനെയും ഒക്കെ, ലാലേട്ടൻ ചെയ്യുന്ന ഷൺമുഖനെയും ഒക്കെ ഇഷ്ടപ്പെടാനായിട്ട് അവർക്കൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് രസിക്കാൻ പറ്റുള്ളൂ. ലാലേട്ടൻ്റെ കാറുണ്ടോ അതിൽ? ലാലേട്ടൻ്റെ കാറെന്ന് പറഞ്ഞോണ്ട് ലാലേട്ടൻ്റെ കാറിൽ ലാലേട്ടൻ്റെ സ്വന്തം വന്ന പോലെ ഒരു ബ്ലാക്ക് കളർ അംബാസഡർ കാറുണ്ട്. തരുണാലോ എവിടെ നിന്നൊക്കെയാണ് അത് പൊങ്ങിയത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, ലിസൺ ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം ഒരാൾ ഇപ്പുറത്തിരിക്കണേ എന്നുള്ളത്.